വെൽക്കം ബാക്ക് ടു മാത്സ് ട്യൂഷൻ. ഇന്ന് നമുക്ക് SSC സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവലിലേക്കുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, പല മോഡലുണ്ട്. എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ കാണാൻ ശ്രമിക്കുക, പഠിക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഓക്കെ, ഞാനിന്ന് പാർട്ട് 1 ആണ്. നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് തുടങ്ങാം. Question number 1. The smallest number that must be added to seven one three four six two. In order to obtain a multiple of 11. നമുക്ക് ആദ്യം 11. ഇപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ഉണ്ട്, ദ സ്മോളസ്റ്റ് നമ്പർ ദാറ്റ് മസ്റ്റ് ബി ആഡഡ് ടു ദിസ് നമ്പർ ഇൻ ഓർഡർ ടു ഒബ്റ്റെയിൻ എ മൾട്ടിപ്പിൾ ഓഫ് 11. അല്ലേ, 7,13,462. ഈ നമ്പറിൻ്റെ കൂടെ ഏത് നമ്പർ ആഡ് ചെയ്താലാണ് നമുക്കതിനെ 11 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും, എക്സാക്റ്റ്ലി ഡിവിസിബിൾ ആകുന്നത്. നമുക്ക് ആദ്യം 11 എന്താണ് റൂളെന്നൊന്ന് നോക്കാം. ഈ നമ്പർ തന്നെ നോക്കാം, 713,462. സം ഓഫ് ദ ഡിജിറ്റ്സ് ഇൻ ദ ഓഡ് പ്ലേസസ്, ഫസ്റ്റ്, തേർഡ്, ഫിഫ്ത്ത്. 7 + 3 + 6 16. ഇനി സം ഓഫ് ഡിജിറ്റ്സ് ഇൻ ദി ഈവൻ പ്ലേസസ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ്, ഫോർത്ത്, സിക്സ്ത്ത്. ഇതേത് വരും, 1 + 4 + 2 7. അല്ലേ, ഇനി നമ്മളിതിൻ്റെ ഡിഫറൻസ് എടുക്കണം. 16 - 7. നമുക്ക് ഈ കിട്ടുന്ന ഡിഫറൻസ് 0 വരാം, 11, 22, 33. അങ്ങനെ 0യോ അല്ലെങ്കിൽ എന്ത് വരണം, മൾട്ടിപ്പിൾസ് ഓഫ് 11. ദെൻ ദാറ്റ് നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 11. ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് സം ഓഫ് ദ ഡിജിറ്റ്സ് ഇൻ ദ ഓഡ് പ്ലേസസ്, ദെൻ സം ഓഫ് ദ ഡിജിറ്റ്സ് ഇൻ ദി ഈവൻ പ്ലേസസ്, ദെൻ ടേക്ക് ദ ഡിഫറൻസ്. എന്നിട്ട് അതിൻ്റെ ഡിഫറൻസ് എടുക്കുക. ഒന്നുകിൽ അതെന്ത് വരണം, 0 വരണം. അതല്ലെങ്കിലോ മൾട്ടിപ്പിൾ ഓഫ് 11, 22, 33, 44 എക്സെട്ര. അങ്ങനെയാണ് വരുന്നതൊക്കെ എന്ത് പറയാം, 11 വെച്ച് അത് ഡിവിസിബിളാണ്, ദാറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 11. ഇനി നമുക്കിവിടെ എന്താ ക്വസ്റ്റ്യൻ, ഇത് ഡിവിസിബിൾ അല്ല, കാരണം ഡിഫറൻസ് എന്താ വരുന്നത്, 9 അല്ലേ. ഏത് നമ്പർ നമ്മളിത് ആഡ് ചെയ്താൽ നമുക്കെന്ത് കിട്ടണം, ഇത് മൾട്ടിപ്പിൾ ഓഫ് 11 ആകണം. നമുക്കറിയാം 16 - 16 വന്നാൽ 0 വരും. ഇപ്പം നമുക്ക് 7ൻ്റെ കൂടെ ഏത് നമ്പർ ആഡ് ചെയ്താൽ മതി, 9 അല്ലേ. ഇപ്പോൾ 16 - 16 ആയ 0 വരും. സോ ദ നമ്പർ ടു ബി ആഡഡ് ഈസ് ഈക്വൽ ടു 9. So number to be added is equal to ഇവിടെ 9 + 7 എത്ര വരും, 16. 16 - 16 0 വരും. Question number 2. The product of two numbers
is 2028 and their HCF is 13. The number of such pairs product of two numbers HCF LCM product അത് തമ്മിലുള്ള റിസൾട്ട് എന്താ HCF ഇൻറ്റു LCM ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് ടു നമ്പേഴ്സിന് മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടി HCF ഇൻറ്റു LCM ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് ദാറ്റ് ടു നമ്പേഴ്സ് ഇവിടെ നമുക്ക് HCF വന്നിട്ടുണ്ട് പ്രോഡക്റ്റ് വന്നിട്ടുണ്ട് സോ LCM is equal to 2028 divided by 13. ഇപ്പം ഡിവൈഡ് ചെയ്യാം. So LCM is equal to 156. നമുക്കിവിടെ LCM ചോദിച്ചിട്ടില്ല അല്ലേ HCF 13ഉം LCM 156ഉം അപ്പം അങ്ങനെ വരുന്ന എത്ര പേഴ്സ് ഉണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ 156ന് നമുക്ക് LCM എപ്പോഴും ഏതിൻ്റെ മൾട്ടിപ്ലൈ ആയിരിക്കും HCFൻ്റെ മൾട്ടിപ്ലൈ ആയിരിക്കും അല്ലേ LCM ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് HCF so 13 into 12നെ നമുക്ക് 4 into 3 ഇങ്ങനെയൊക്കെ എഴുതാം അല്ലേ നമുക്ക് എത്ര പേഴ്സ് വരാം ഇപ്പോൾ ഒരു നമ്പർ നമുക്ക് 13 വരാം മറ്റേ നമ്പർ 156 വരാമല്ലോ അതൊരു പെയറായി അല്ലേ 13 156 വൺ പെയർ 13ൻ്റെയും 156ൻ്റെ HCF 13 വരും LCM എന്തായിരിക്കും 156 ആയിരിക്കും പ്രോഡക്റ്റ് ആ നമ്പർ കിട്ടും ഇനി നമുക്ക് ഈ 13 into 4 52 13 into 3 39 ഇങ്ങനെയും ഒരു പെയർ വരാം അപ്പോൾ ഇവിടെ എത്ര പേഴ്സ് കിട്ടി നമുക്ക് 2 പേഴ്സ് ഇതാണ് ആൻസർ നമ്പർ ഓഫ് പേഴ്സ് ആണ് Question number 3. (89 and 3/4 into 89 and 3/4 minus 67 and 1/4 whole divided by നമുക്ക് ഇങ്ങനെയൊക്കെ തരുമ്പോൾ നമ്മളത് ഐഡൻറ്റിറ്റീവായിട്ട് കണക്ഷൻ ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുക അപ്പം ഇതെല്ലാം ഈ രണ്ട് നമ്പർ ഒരുപോലെയാണ് ഇത് രണ്ടും ഒരുപോലെയാണ് അല്ലേ അപ്പം നമുക്ക് ഇതിന് എ എന്നും ഇതിന് ബി എന്നും പേര് കൊടുക്കുകയാണെങ്കിൽ ഇതെങ്ങനെ മാറും ഇപ്പോൾ 89 and 3/4 നമുക്ക് എ ആയിട്ടും 67 and 1/4 ബി ആയിട്ടും പേര് കൊടുത്താൽ ഇതെങ്ങനെ മാറും എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ബൈ എ മൈനസ് ബി ഐഡൻറ്റിറ്റി സ്പ്ലിറ്റ് അറിയാമല്ലോ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ക്യാൻസൽ എ പ്ലസ് ബി 89 and 3/4 പ്ലസ് 67 and 1/4 ഇത് രണ്ടും പ്രോപ്പർ ഫ്രാക്ഷൻ നോക്കി ഇത് രണ്ടും കൂടെ അങ്ങ് ആഡ് ചെയ്യാം 3/4 പ്ലസ് 1/4 എത്രയാണ് 1 89 പ്ലസ് 1 90 90 പ്ലസ് 67 so answer is 157 ഇവിടെ
ഇതേപോലെ വരുമ്പോൾ നിങ്ങൾ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എ മൈനസ് അങ്ങനെയൊക്കെ ഐഡൻറ്റിറ്റി ആയിട്ട് ഒന്ന് കമ്പയർ ചെയ്യാൻ പറ്റുമോ നോക്കുക. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ബൈ എ മൈനസ് ബി. എ 89 3/4, ബി 67 and 1/4, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. 1 എ മൈനസ് ബി ക്യാൻസൽ. ഓക്കെ, സോ ആൻസർ ഈസ് എ പ്ലസ് 90 plus 60. 3/4 plus 1/4, 4/4 1. Question number 4. 31.4 plus 21.6 the whole square minus plus ഇതാണ് ക്വസ്റ്റ്യൻ. ഇത് നമുക്ക് ഐഡൻറ്റിറ്റിയുമായിട്ട് കമ്പയർ ചെയ്യാം. ഇത് എയും ഇത് ബിയുമായിട്ട് കൊടുത്താൽ നമുക്ക് എന്ത് വരും? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ പ്ലസ് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ പ്ലസ് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്താ? 2 ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ക്യാൻസലിങ് വി ഗെറ്റ് 2. ഇവിടെ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ, എ 2ab ക്യാൻസലാവും, 2ab അത് മൈനസ് 2ab അവർ ക്യാൻസലാവും. 2 ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, ഇത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, ക്യാൻസൽ 2. ഇതിൻ്റെ വാല്യൂ എത്ര കിട്ടി നമുക്ക്? ആൻസർ 2. (79 into 79 into 79). 79 into 79 plus 79 into 75 plus ഇത് വേറൊരു ഐഡൻറ്റിറ്റിയാണ്. ഇതുപോലെ എ ക്യൂബ് മൈനസ് ബി ക്യൂബ്. എ 79 ബി 75 നമ്മൾ കൺസിഡർ ചെയ്ത എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ബൈ എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ. ഇതിൻ്റെ ഐഡൻറ്റിറ്റി എന്താ? എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ, എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ. ദാറ്റ് ഈസ് 79 മൈനസ് 75, ദാറ്റ് ഈസ് 4. Find the sum of the following. √3 by √2 plus 1, √3 by √2 minus 1, 1 by √3. ഇതിനെ നമ്മൾ സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്താൽ എന്ത് വരും? നമുക്കിതിനെ ആദ്യം എന്ത് ചെയ്യാം? റാഷണലൈസ് ചെയ്യാം. √2 plus 1 റാഷണലൈസ് ചെയ്യുമ്പോൾ റാഷണലൈസ് ചെയ്യാൻ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈയിങ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ കോൺജുഗേറ്റ് ഓഫ് ദി ഡിനോമിനേറ്റർ. √3 ഇൻറ്റു √2 മൈനസ് 1.
a square minus b square 2 minus 1 1. That is root 6 minus root 3. ഇനി അതേപോലെ തന്നെ നമുക്കിത് സിമിലർലി റൂട്ട് 3 ഇൻറ്റു റൂട്ട് 2 പ്ലസ് 1. ഇതെങ്ങനെ മാറും? റൂട്ട് 3 ഇൻറ്റു റൂട്ട് 2 പ്ലസ് 1. ദാറ്റ് ഈസ് റൂട്ട് 6 പ്ലസ് റൂട്ട് 3. ദിസ് ഈസ് റൂട്ട് 3 ബൈ 3. First becomes root 6 minus root 3 the whole square. This is root 6 plus root 3 the whole square. This is root 3 by 3. 1 by root 3 നോക്കി എങ്ങനെ മാറ്റാം? root 3 by 3. Squaring we get 3 by 9. That is 1 by 3. root 3 square 3. 3 square 9. 3 by 9 1 by 3. a minus b the whole square plus a plus b the whole square. കുറച്ച് മെയിൻ ഐഡൻറ്റിറ്റി പറഞ്ഞല്ലോ. എന്താണ്? 2 ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ 6 പ്ലസ് 3. അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്ത് നോക്കിയാലും മതി. പ്ലസ് 6 പ്ലസ് 3 9. അങ്ങനെ 18 പ്ലസ് 1 ബൈ 3. 18 ആൻഡ് 1 ബൈ 3. അതിൽ ഇംപ്രോപ്പറിലാണ് ആൻസർ എങ്കിൽ 18 ഇൻറ്റു 3 54 പ്ലസ് 1 55 ബൈ 3. Question number 7. ഇത് ഒരു എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് അല്ല, ഇതേപോലത്തെ മോഡൽ ചോദിക്കാം. അത് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസാണ് ഞാൻ ഈ ചെയ്യിപ്പിക്കുന്നത് കേട്ടോ. 8 മൈനസ് 5 ഡിവൈഡഡ് ബൈ 4 മൈനസ് 2 ഡിവൈഡഡ് ബൈ 2 പ്ലസ് 8 ബൈ 3. 3 ഡിവൈഡഡ് ബൈ first bracket 8 minus 5 3. Here 2 divided by 3 into 2 6. 6 plus 8 14 by 3. 3 divided by 3 divided by 2 divided by means 2 into 3 by 14. 3 divided by 3 divided by 3 by 7. 3 divided by, here 3 into reciprocal. Reciprocal of 3 by 7, that is 7 by 3. 3 divided by 7, that is equal to 3 by 7. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇതെല്ലാം ബ്രാക്കറ്റിനകത്ത് തന്നെ അതായത് സിംപ്ലിഫൈ ചെയ്ത് എഴുതുക. ഫസ്റ്റ് ദിസ് ബ്രാക്കറ്റ് 3 into 2 8 14 by 3. 4 minus 2 2 8 minus 5 3. Then this bracket curly bracket 2 divided by 14 by 3. 2 into 3 by 14, that is 3 by 7. Then 3 divided by 3 by 7. 3 into 7 by 3. 3 divided by 7 is equal to 3 by 7. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഇങ്ങനെ ചെയ്യും. അപ്പം നമ്മളെപ്പോഴും ഈ റൈറ്റ് സൈഡിൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. ത്രീ ഇൻറ്റു റൂട്ട് 3. 3 റൂട്ട് 3. 3 റൂട്ട് 3 നമുക്ക് എങ്ങനെ എഴുതാം? 3 raised to 1 ഇൻറ്റു 3 raised to half. 1 plus 1 by 2
a raised to m into a raised to n and a raised to m plus n. 1 plus 1 by 2, 3 by 2. Root of 3 raised to 3 by 2. Root x എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എക്സ് റേസ് ടു ഹാഫ്. റൂട്ട് ഓഫ് 3 റേസ് ടു 3 ബൈ 2 നമുക്ക് എങ്ങനെ എഴുതാം? 3 റേസ് ടു 3 ബൈ 2 ദ ഹോൾ റേസ് ടു 1 ബൈ 2. ദാറ്റ് ഈസ് 3 റേസ് ടു 3 ബൈ 4. 3 ഇൻറ്റു 3 റേസ് ടു 3 ബൈ 4. A raised to m into a raised to 3 by 4 plus 1. That is 3 by 4 plus 1, 7 by 4. That is 3 into root of 3 raised to 7 by 4. That is 3 raised to 7 by 8. That is equal to 3 raised to 7 by 8 into 3. 8 plus 1, 15 by 8. Again root. 3 raised to 15 by 16. That is 3 raised to 1 into 3 raised to 1 plus 15 by 16. 3 raised to again 3 raised to 31 by 16 the whole raised to half. നമ്മൾ ഓരോ കേസിലും അങ്ങനെ ചെയ്തു പോകും. ഇവിടെ നമ്മൾ എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ, എ റൈസ് ടു എം പ്ലസ് അത് അപ്ലൈ ചെയ്തു. പിന്നെ റൂട്ട് എക്സ് അല്ലെങ്കിൽ റൂട്ട് എ എന്ന് പറഞ്ഞാൽ എ റൈസ് ടു ഹാഫ്. ആ രണ്ട് റിസൾട്ട് നമ്മളിവിടെ അപ്ലൈ ചെയ്തു. ടു എക്സ് പ്ലസ് 2 by x is equal to 3. Find x cube plus 1 by x cube plus 1. നമുക്കിതാണ് തന്നിരിക്കുന്നത് അല്ലേ. 2x plus 2 by x. ഇനി എക്സ് ക്യൂബ് പ്ലസ് 1 ബൈ എക്സ് ക്യൂബ്, ഇതിനൊരു ഐഡൻറ്റിറ്റി ഉണ്ട്. എക്സ് പ്ലസ് 1 ബൈ എക്സ് ദ ഹോൾ ക്യൂബ് മൈനസ് 3 ഇൻറ്റു എക്സ് പ്ലസ് 1 ബൈ എക്സ്. 3 by 2 the whole cube minus 3 into 3 by 2. ആദ്യം നമ്മളിതിൽ 2 കോമൺ എടുത്തു. എക്സ് പ്ലസ് 1 ബൈ എക്സ് 3 by 2 എഴുതി. എക്സ് ക്യൂബ് പ്ലസ് 1 ബൈ എക്സ് ക്യൂബ്, എക്സ് പ്ലസ് 1 ബൈ എക്സ് ദ ഹോൾ ക്യൂബ് മൈനസ് 3 ഇൻറ്റു എക്സ് പ്ലസ് 1 ബൈ എക്സ് 3 by 2 the whole cube minus 3 into 3 by 2. That is 27 by 8 minus 9 by 2. 27 minus 8 divided by 2 into 4 8. Sorry. 8 to LCM 8. 27 minus 2 into 4 8. 9 into 4 36. Minus 9 by 8. ഇനി നമുക്ക് കാണേണ്ടത് എന്താ? എക്സ് ക്യൂബ് പ്ലസ് 1 ബൈ എക്സ് ക്യൂബ് പ്ലസ് 1. Minus 9 by 8 plus 1.
പ്രോഡക്റ്റ് ഓഫ് ടു കോപ്രൈം നമ്പേഴ്സ് is 91. Then their LCM. ഇതാണ് ക്വസ്റ്റ്യൻ. കോപ്രൈം എന്ന് പറഞ്ഞാൽ എന്താ? HCF ഈസ് 1. അപ്പോൾ അതിൽ കോപ്രൈം എന്ന് പേര് കേട്ടിട്ട് നമ്മൾ ഒരെണ്ണം പ്രൈം നമ്പർ ആയിരിക്കണം അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ 7, 8 കോപ്രൈമാണ്, പക്ഷേ 8 പ്രൈം അല്ല, ആണോ? പക്ഷേ ഇത് കോപ്രൈം നമ്പേഴ്സാണ്. എന്തുകൊണ്ടാണ്? ഇതിൻ്റെ HCF 1 ആണ്. ഇവിടെ ഇപ്പോൾ 4ഉം 6ഉം കോമൺ ഫാക്ടർ 2 ഉണ്ടല്ലേ, ദേ ആർ നോട്ട് കോപ്രൈം. അതാണ് കോപ്രൈം എന്ന് പറഞ്ഞാൽ HCF എന്തായിരിക്കണം? 1. അങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോപ്രൈം. ഇപ്പോൾ കോപ്രൈം നമ്പേഴ്സ് ആണെങ്കിൽ നമുക്ക് എന്തെഴുതാം? HCF ഈസ് ഈക്വൽ ടു 1. സോ HCF ഇൻറ്റു LCM ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ്. Therefore LCM ഈസ് ഈക്വൽ ടു 91. The least integer which should be added to 1001 to get a perfect square. നമുക്ക് ഇതിൻ്റെ കൂടെ ഏറ്റവും ചെറിയ ഏത് നമ്പർ ആഡ് ചെയ്താൽ അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആകും എന്നാണ് ക്വസ്റ്റ്യൻ. ഡിവിഷൻ മെത്തേഡിലെ സ്ക്വയർ റൂട്ട് ആണ് അറിയാം. നമ്മളെങ്ങനെയാണ് റൈറ്റിൽ നിന്ന് 2 ഡിജിറ്റ് ഗ്രൂപ്പ് ചെയ്യുക. 3, 3 നിയറസ്റ്റ് പെർഫെക്റ്റ് സ്ക്വയർ 9, 1, 0, 1, 3 into 2, 6. If we write 1, നമ്മളിവിടെ 1 എഴുതിയാൽ ഇത് 61 ആവും അല്ലേ, ഇത് ബിലോ ആവും. ഏത് നമ്പർ ആഡ് ചെയ്താൽ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം നമ്മൾ ഇതിനേക്കാളും വലിയ നമ്പർ വരുന്നത് നെക്സ്റ്റ് നോക്കാം. ഇവിടെ 2 ആണെങ്കിൽ എന്ത് വരും? 2. ഇവിടെ 2 into 2, 4, 2 into 6, 12. അപ്പോൾ 1 ആണെങ്കിൽ 61, ലെസ് ദാൻ 101. നെക്സ്റ്റ് നമ്പർ നമ്മളിവിടെ 2 എഴുതി, ഇവിടെ 62 ആകും. 124 ഇതിലും വലിയ നമ്പറാണ് അല്ലേ. നമ്മൾ എന്ത് ചെയ്യണം? ദ നമ്പർ ടു ബി ആഡഡ് -124 minus 101. This minus this 23. ഇതാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ ആഡഡ് ആണല്ലേ. അപ്പോൾ ഇതേപോലെ ക്വസ്റ്റ്യൻ ലീസ്റ്റ് നമ്പർ സബ്ട്രാക്റ്റഡ് ആയിരുന്നു ക്വസ്റ്റ്യൻ എങ്കിൽ നമ്മൾ എന്തെഴുതിയാൽ മതി? ഈ 101 എഴുതിയാൽ മതി, വേറൊന്നും ചെയ്യണ്ട. സോറി, 101 അല്ല, 61 സബ്ട്രാക്റ്റ് ചെയ്ത് കിട്ടുന്ന നമ്പർ. അപ്പോൾ ഇവിടെ സബ്ട്രാക്റ്റഡ് ആണ്. സബ്ട്രാക്റ്റഡ് ആയിരുന്നു എങ്കിൽ ഞാൻ എഴുതി കാണിച്ചു തരാം. സബ്ട്രാക്റ്റഡ് ആയിരുന്നു എങ്കിൽ 3 into 2, 6, 1, 1. അപ്പം നമുക്കിവിടെ ഏത് നമ്പറാണ്? 40 അല്ലേ. അപ്പോൾ ആ നമ്പറാണ് നമ്മൾ ഇതിൽ നിന്ന് ഇതിപ്പോൾ ക്വസ്റ്റ്യൻ ആഡഡ് ആണ്, അതുമായിട്ട് കണക്റ്റഡ് അല്ല. അതേപോലെ ആഡഡിന് പകരം സബ്ട്രാക്ഷൻ വന്നാൽ എങ്ങനെ ചെയ്യും? ആ ഒരു ക്വസ്റ്റ്യനും കൂടെ ഇതിൻ്റെ കൂടെ പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. -961. അപ്പം നമുക്കതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് കിട്ടും. അപ്പോൾ ഇവിടെ വരുന്ന നമ്പർ അങ്ങ് എഴുതിയാൽ മതി, 40.
നിങ്ങൾക്ക് ആഡഡും സബ്ട്രാക്ഷനും മനസ്സിലായല്ലോ. ക്വസ്റ്റ്യൻ നമ്പർ സിംപ്ലിഫൈ. x raised to a by x raised to b into x raised to b by x raised to c, the whole raised to b square plus bc plus c square into x raised to c by x raised to a. x raised to a by x raised to b എന്താ? x raised to a minus b, the whole raised to a square plus ab plus b square, x raised to b minus c into c minus a into c square plus ac plus a square, x raised to a minus b, the whole raised to this a square plus ab plus b square, b minus c, b square plus bc plus c square, c minus a, c square plus ac plus a square. a minus b into this ഐഡൻറ്റിറ്റി എന്താ? a cube minus b cube ഡോട്ട് ഇൻറ്റു ആണ് കേട്ടോ. b cube minus c cube, c cube minus a cube, x raised to 0. a raised to m into a raised to n എന്ന് പറഞ്ഞാൽ a raised to m plus n. That is adding these three exponents we get a cube cancel, b cube c cube എല്ലാം ക്യാൻസൽ ചെയ്യില്ലേ. x raised to 0. നെക്സ്റ്റ് വേറൊരു വീഡിയോ ഞാൻ ഇടുന്നതാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, ലൈക്ക് ചെയ്ത് കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം. ഓക്കെ, നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഓക്കെ, താങ്ക് യു.